90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ഏതാനും വികല മനസ്സുകളുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളിക്കളിക്കുന്നവരായി അന്വേഷണ ഏജൻസികൾ മാറാൻ പാടില്ല. അത് തന്നെയാണ് വ്യക്തമാക്കാറുള്ളത്. ഞങ്ങൾക്ക് ഈ നാട് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം 2016 കേരളം എന്തായിരുന്നോ അവിടുന്ന് പുറകോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല, അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്താണ്. ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനോട് രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുണ്ടാകാം. ആ രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുടെ ആ അല്പ മനസ്സുകളുടെ കൂടെയല്ല അന്വേഷണ ഏജൻസികൾ നിൽക്കേണ്ടത്. അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കണം. പതിവിന് വിരുദ്ധമായി മുഖ്യമന്ത്രി വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. ഒടുവിൽ CAG അടക്കം ഈ സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റിംഗ് ഏജൻസികളും അന്വേഷണ ഏജൻസികളും സർക്കാരിനെയും സർക്കാരിന്റെ പദ്ധതിക്ക് മുകളിലും വട്ടമിട്ട് പറക്കുമ്പോൾ മുഖ്യമന്ത്രി പതിവില്ലാത്ത വിധം വികാരത്തിന് അടിമപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പരുഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അന്വേഷണ ഏജൻസികളെ നിലയ്ക്കു നിർത്തണം എന്ന താക്കീതോടുകൂടി അന്വേഷണ ഏജൻസികൾക്കൊപ്പം നിൽക്കുന്നവരും നിലയ്ക്കു നിൽക്കണം എന്ന താക്കീതും മുഖ്യമന്ത്രി നൽകിയിരുന്നു. നമുക്കിനി ഇന്നത്തെ കഥയിലേക്ക് വരാം. കഥ കിഫ്ബി തന്നെയാണ്, ഒപ്പം ശിവശങ്കറുമുണ്ട്. രണ്ടിൻ്റെയും ആഴത്തിലുള്ളൊരു പരിശോധന വേണം ഈ ഘട്ടത്തിൽ. തുടങ്ങാം. അഞ്ചു വർഷം നമുക്ക് പിന്നിലേക്ക് സഞ്ചരിക്കാം. 2015 ലണ്ടനിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഒന്ന് കേൾക്കൂ. पहली बार लंदन स्टॉक एक्सचेंज में भारत की रेलवे रूपी बॉन्ड लेकर के आई है दोस्तों, रूपी बॉन्ड। ये पहली बार हुआ है और हम तो जब बॉन्ड की बात आती है तो सबसे पहले जेम्स बॉन्ड की याद आती है। मनोरंजन की दुनिया, एंटरटेनमेंट के लिए जेम्स बॉन्ड हम भली भांति परिचित हैं। उससे आगे जाए तो जब बॉन्ड की बात आती है तो ब्रुक बॉन्ड टी की याद आती है। अगर जेम्स मनोरंजन देता है तो बुक बॉन्ड ताजगी देता है। ब्रुक बॉन्ड टी, बॉन्ड दैट्स बॉन्ड। लेकिन अब न मनोरंजन से चलना है, न सिर्फ ताजगी से चलना है, अब तो विकास की राह पर जाना है। और इसलिए जेम्स बॉन्ड, ब्रुक बॉन्ड, रूपी बॉन्ड। റുപ്പി ബോണ്ടിനെ കുറിച്ച്, മസാല ബോണ്ടിനെ കുറിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. 5 വർഷങ്ങൾക്ക് മുമ്പ് മസാല ബോണ്ട് എന്നുള്ളത് കേരള സംസ്ഥാന സർക്കാരിൻ്റെയോ കിഫ്ബിയുടെയോ കണ്ടുപിടുത്തമല്ല. മസാല ബോണ്ട് രൂപയുടെ അടിസ്ഥാനത്തിൽ വിദേശ വിപണികളിൽ നിന്ന് കടപ്പത്രം ഇറക്കുന്ന ബോണ്ടാണ്. ഈ കടപ്പത്രം ഇറക്കിയത് ആദ്യം കേന്ദ്ര സർക്കാരാണ്. അതിനെ തുടർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനവും ഇതിൽ കടപ്പത്രത്തിന് ഈ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്യാനായി പോയി. അന്ന് NHA ലിസ്റ്റ് ചെയ്തതിന് ശേഷം അന്നത്തെ കേന്ദ്ര റോഡ് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ട്വീറ്റ് ചെയ്തതും നമ്മൾ കണ്ടതാണ്. ആ ട്വീറ്റ് ഇന്ത്യ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയും ചെയ്തു. ഏകദേശം 5000 കോടി രൂപയോളം NHAയുടെ മസാല ബോണ്ട് വഴി രൂപീകരിക്കാൻ സാധിച്ചു എന്നതാണ് വാസ്തവം. തുടർന്ന് നമ്മൾ കയ്യടിയോടുകൂടി വരവേറ്റ മറ്റൊരു മസാല ബോണ്ടാണ് കിഫ്ബിയുടെ മസാല ബോണ്ട്. അന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ
ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഈ സഭയെ നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ലിസ്റ്റ് ചെയ്ത കാഴ്ച അന്തർദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയാവുകയും ചെയ്തു. മുതലാളിത്ത മൂലധനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ന്യൂ ലിബറൽ മുഖമായ ഈ ഓഹരി മാർക്കറ്റിലേക്കും ബോണ്ടുകളിലേക്കും കേരള സംസ്ഥാന സർക്കാർ പോയ കഥയായിരുന്നു അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ലണ്ടനിൽ. ഞാൻ ഈ 3 ചിത്രങ്ങളും പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത് എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ മാത്രം മസാല ബോണ്ടും കിഫ്ബിയും വിവാദമാകുന്നു എന്നറിയാനാണ്. അതറിയണമെങ്കിൽ എന്താണ് സംഭവിച്ചത് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ? നമുക്കൊന്ന് പോകാം, ഒരു ചെറിയ കഥയിലൂടെ ഒരു യാത്ര. ഇതുവരെ കണ്ട പ്രതിരോധമൊന്നുമല്ല, ഒന്നും തന്നെയല്ല കിഫ്ബിയിൽ കാണുന്നത്. സ്വർണ്ണക്കടത്തിൽ ലൈഫിൽ കരുതലോടെ പ്രതികരിച്ച സർക്കാർ കിഫ്ബിയിൽ ആഞ്ഞടിച്ച് തന്നെ രംഗത്തുണ്ട്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ കളി കണ്ടു നിൽക്കില്ലെന്ന് രോഷത്തോടെ മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നതും ഇനി ആക്രമണം തന്നെയാണ് പ്രതിരോധം എന്ന നയം വ്യക്തമാക്കുന്നു. കിഫ്ബി വന്നപ്പോൾ തന്നെ ഈ രീതിയിൽ രംഗപ്രവേശം ചെയ്തപ്പോൾ അതിനെ പരിഹസിച്ചവരുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാലോ. പക്ഷെ അത് യാഥാർത്ഥ്യമായി. അപ്പോൾ തകർക്കാനുള്ള നീക്കവുമായി ആരെങ്കിലും വന്നാൽ അതിന് നിന്നു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഏതാനും വികല മനസ്സുകളുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളിക്കളിക്കുന്നവരായി അന്വേഷണ ഏജൻസികൾ മാറാൻ പാടില്ല. അത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. സ്വർണ്ണക്കടത്തിൽ ലൈഫിൽ എം ശിവശങ്കറിട്ട കുരുക്കുപോലൊന്ന് കിഫ്ബിയിലില്ലെന്ന ഉറച്ച ബോധ്യവും സർക്കാരിനുണ്ട്. CAG കരട് റിപ്പോർട്ടിലെ ഉള്ളടക്കം ധനമന്ത്രി പുറത്തുവിട്ടതു തന്നെ ആ ആത്മവിശ്വാസത്തിലാണ്. റിപ്പോർട്ടുകൾ ചോർന്നു കിട്ടുന്ന പതിവുകൾക്കുമപ്പുറം പരസ്യ വെല്ലുവിളിയുമായി ധനമന്ത്രി എത്തിയത് കിഫ്ബിയിൽ കൈ പൊള്ളില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാണ്. കിഫ്ബിക്ക് വിദേശ പണം സ്വീകരിക്കാമോ, 20-ാം വകുപ്പ് പ്രകാരമുള്ള ഓഡിറ്റിന് തടയിടാമോ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ട് മന്ത്രി. ഒപ്പം നിയമങ്ങളെ, ചട്ടങ്ങളെ മാത്രമല്ല ഡോക്ടർ TM തോമസ് ഐസക് ഓർമ്മിപ്പിക്കുന്നത്. ചരിത്രം പറഞ്ഞ് പ്രതിപക്ഷമെടുത്ത വായ്പകളെയും കേന്ദ്ര കോർപ്പറേറ്റ് ബോഡികൾ ഇതേ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മസാല ബോണ്ടുകളെയുമെല്ലാം ഐസക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കിഫ്ബിക്കെതിരായിട്ട് UDFും BJPയും ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു ഒളിച്ചുകളി, പൊട്ടിക്കാൻ വെച്ചിരുന്ന ഒരു ബോംബ് ഇപ്പൊ ഡിഫ്യൂസ് ചെയ്യപ്പെട്ടതിന്റെ ജാള്യതയും പ്രയാസവും ഒക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പ്രതിഫലിച്ചു. വായ്പകൾ ഭരണഘടനാ വിരുദ്ധമെന്ന CAG കണ്ടെത്തലുകൾക്കും സഭയിലെത്തേണ്ട ഓഡിറ്റ് റിപ്പോർട്ട് മാധ്യമങ്ങളോട് പങ്കുവച്ചതിലെ നിയമപ്രശ്നത്തിനുമെല്ലാം മറുപടി നൽകാൻ ചീഫ് സെക്രട്ടറിയെ തന്നെ ഇതിനായി നിയോഗിച്ചത് സർക്കാർ നേർക്കുനേർ ഏറ്റുമുട്ടലിന് തുനിയുന്നതിന്റെ സൂചനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം അന്വേഷണ ഏജൻസികൾ വട്ടമിട്ടു പറക്കുന്ന സർക്കാർ എന്ന ചീത്തപ്പേര് മായ്ക്കാനുള്ള ഉപാധിയായും പുതിയ വിവാദത്തെ സർക്കാർ കാണുന്നുണ്ട്. കിഫ്ബിയിലെ CAG കളി പൂർണ്ണമായും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ കളി എന്ന് ബോധ്യപ്പെടുത്താനായാൽ ലൈഫിലെ സ്വർണ്ണക്കടത്തിലെ ആരോപണക്കറകളെയും മുൻകാല പ്രാബല്യത്തോടെ മായ്ച്ചു കളയാൻ സർക്കാരിനാകും. അതറിഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് സകലരും രാമനിലയത്തിലെ RSS കോൺഗ്രസ് ഗൂഢാലോചന മുൻനിർത്തി മറുപടികൾ മൂർച്ച കൂട്ടി തൊടുക്കുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വരെ പ്രതി ചേർത്തിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്, C&AGയെ കക്ഷി ചേർത്തുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ലോ പോയിന്റ് ചർച്ച ചെയ്യാനാണ് രാമനിലയത്തിൽ വെച്ച് RSS നേതാവ് റാം മാധവനുമായിട്ട് കിഫ്ബിയെ കുറിച്ച് ചർച്ച നടത്തി. മറുഭാഗത്ത് പ്രതിപക്ഷമാകട്ടെ സഭയിൽ പൊട്ടിത്തെറിക്കുമെന്നുറപ്പിച്ച ബോംബ് നനഞ്ഞ പടക്കമായോ എന്ന പരിങ്ങലിലാണ്. ധനമന്ത്രിയുടെ ചട്ടം മറന്ന വാർത്താ സമ്മേളനം മാത്രം ഉയർത്തിപ്പിടിക്കാമെന്നല്ലാതെ കിഫ്ബിയിലെ അഴിമതി ആരോപണങ്ങളിൽ ആഴത്തിലുള്ള ഒരു തെളിവും ഇതുവരെ പ്രതിപക്ഷത്തിന് പൊതുസമൂഹത്തിന് മുൻപിൽ വയ്ക്കാനായിട്ടില്ല. കിഫ്ബിയിൽ മസാല ബോണ്ട് ഇറക്കിയ കനേഡിയൻ കമ്പനിയെ ലാവലിൻ അഴിമതിയിലേക്ക് വരെ ചേർത്ത് കിട്ടുന്നുണ്ടെങ്കിലും മൂർച്ചയേറിയതൊന്നും മുന്നോട്ട് വയ്ക്കാനായിട്ടില്ല. കിഫ്ബിയിൽ നടക്കുന്ന അഴിമതിയും കൊള്ളയും പിടികൂടുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ ചന്ദ്രഹാസ വിളക്കുന്നത്. ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയിലെ അഴിമതി കിഫ്ബിയിലൂടെ നടന്നൊരു അഴിമതിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രോജക്റ്റുകളിലെ അഴിമതികൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. BJPക്കും തദ്ദേശകാലത്ത് എൻഫോഴ്സ്മെന്റ് കലാപരിപാടികളുടെ തുടർച്ചയിൽ ഇതെന്ന് തെളിച്ചു പറഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് കിഫ്ബി കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സർക്കാരിന് ആദ്യ ലാപ്പിലാകുന്നുണ്ട്. RSSന് ഈ കേരളത്തിലെ കിഫ്ബി അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയതായിട്ട് RSSുമായിട്ട് കുറേയൊക്കെ പരിചയമുള്ള ഒരാളാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല.
മസാല ബോണ്ട് വാങ്ങിയത് ആരൊക്കെ, എത്ര ശതമാനം പലിശയ്ക്ക് എന്നത് ധനമന്ത്രി പുറത്തുവിടണമെന്ന് കുഴൽനാടൻ ആവശ്യപ്പെടുന്നു. ബോണ്ടുകൾ ലാവലിൻ കമ്പനിക്ക് വാങ്ങാൻ പരുവത്തിൽ MOU മാറ്റം വരുത്തിയോ? കിഫ്ബിയിൽ നിന്നുള്ള പണം കുറഞ്ഞ പലിശ നിരക്കിൽ ആക്സിസ് ബാങ്കിൽ മാസങ്ങളോളം നിക്ഷേപിച്ചത് എന്തിന്? പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് നാളെ അന്വേഷണ ഏജൻസികൾക്ക് തുമ്പും വാലും ഉണ്ടാക്കാനാകുന്നതുവരെ സർക്കാർ വീണ് കിട്ടിയ വടി വാളാക്കുമെന്ന് സാരം. ദീപാവലി ദിവസത്തിലായിരുന്നു പടക്കം പൊട്ടിക്കും പോലെ തോമസ് ഐസക് മാധ്യമങ്ങളെ വിളിച്ച് ഈ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇത് തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യുകയായിരുന്നുവെന്ന്. ദീപാവലി ദിവസം പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ച തോമസ് ഐസക്കിൻ്റെത് കയ്യിലിരുന്നു പൊട്ടിയ ഗുണ്ടുപടക്കമാണോ എന്നതാണ് സംശയം. ആദ്യം തോമസ് ഐസക് പറഞ്ഞത് കേൾക്കാം. ഓഡിറ്റ് വേളയിൽ ഒരിക്കൽ പോലും ചോദിക്കാത്ത ഒരു പ്രശ്നം, കിഫ്ബിയുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച്, വായ്പയുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കണ്ടേ? 76 ക്വറീസ് കിഫ്ബിക്ക് നൽകിയ AGക്ക് ഒരു ചോദ്യം ഒരു പ്രാവശ്യം ചോദിക്കണ്ടേ? ചോദിച്ചില്ല. എന്നിട്ട് കരട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അയച്ചിരിക്കുകയാണ്. അവിടെയാണ് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ, BJP സർക്കാർ അവരുടെ ഇംഗിതത്തിന് നിർത്തിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ഗൗരവമായിട്ടുള്ള പ്രശ്നമായിട്ട് ഞങ്ങൾ ഇന്ന് കാണും. അപ്പോൾ കരട് റിപ്പോർട്ടാണ് ധനമന്ത്രി കണ്ടത് എന്നാണ് ഇതുവരെയും വാദിച്ചുകൊണ്ടിരുന്നത്. കരട് റിപ്പോർട്ടാണെങ്കിലും അത് ചോർത്തിയത് ഗുരുതരമായ നിയമസഭയുടെ പ്രിവിലേജിന്റെ വയലേഷനാണ് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. നിയമസഭയുടെ അവകാശ ലംഘനത്തിനുള്ള പരാതി കൂടി അയച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രതിപക്ഷം. പക്ഷെ പ്രശ്നം അവിടെയല്ല. കരട് റിപ്പോർട്ടാണ് തനിക്ക് ലഭിച്ചതെന്ന് ധനമന്ത്രി പറയുമ്പോൾ CAG പറയുന്നത് നേരെ തിരിച്ചാണ്. നവംബർ 14-ാം തീയതി ധനമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതിനും 3 ദിവസങ്ങൾക്ക് മുമ്പ് CAGയുടെ ഒരു പത്ര റിപ്പോർട്ട് വന്നിരുന്നു. ആ പ്രസ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നു, ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഹാസ് ഫോർവേഡഡ് ദ ഓഡിറ്റ് റിപ്പോർട്ട് on state finances for the year ended March 2019 to the state government on 6 November 2020 for presentation to the Kerala Legislative Assembly. കേരള നിയമസഭയിലേക്ക് വയ്ക്കാൻ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഈ ധനകാര്യ ഓഡിറ്റ് റിപ്പോർട്ട് നവംബർ 6-ാം തീയതി തന്നെ അയച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് നവംബർ 11-ാം തീയതി ഇറക്കിയ പ്രസ് ബൈറ്റിൽ പറയുന്നത്. ഈ പ്രസ് സ്റ്റേറ്റ്മെന്റിലുള്ള വാദം ശരിയാണെങ്കിൽ CAG അന്തിമ റിപ്പോർട്ട് അയച്ചു കൊടുത്തതിന് ശേഷം 8 ദിവസങ്ങൾക്കു ശേഷമാണ് ധനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതും ഈ വിഷയം അവതരിപ്പിക്കുന്നതും. അങ്ങനെയെങ്കിൽ ധനമന്ത്രി കണ്ടത് കരട് റിപ്പോർട്ടാണോ? അതല്ല, ധനമന്ത്രി കണ്ടതും ധനമന്ത്രി പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതും അന്തിമ റിപ്പോർട്ടിലെ ഈ കിഫ്ബിക്കെതിരായ CAG വിമർശനമാണോ? രണ്ടാമത്തതാണെങ്കിൽ കാര്യം ഗുരുതരമാണ്. കരടാണെങ്കിൽ പോലും അത് രഹസ്യ സ്വഭാവമുള്ള CAG റിപ്പോർട്ട് ചോർത്തി എന്ന പരാതി നിൽക്കും. അപ്പോൾ അന്തിമ റിപ്പോർട്ട് തന്നെ ഗവർണർക്ക് കൊടുക്കും മുമ്പ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ശ്രദ്ധയിലെത്തും മുൻപ് ധനമന്ത്രി പുറത്തേക്ക് വിട്ടാൽ അത് കൂടുതൽ ഗുരുതരമായ ഒരു ആരോപണമായി തീരും. അതിനുള്ള പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത്. ഇനി മസാല ബോണ്ടിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് വന്നാൽ, ആദ്യമായി മസാല ബോണ്ട് പുറപ്പെടുവിക്കുന്ന ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് ബോഡി അല്ല കിഫ്ബി. ഇതിനു മുൻപ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മസാല ബോണ്ടുണ്ട്. ഈ മസാല ബോണ്ടിന് 7.3% പലിശ. ഇനി രണ്ടാമത്തെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അഥവാ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. കഴിഞ്ഞാൽ NHA 5000 കോടി രൂപയാണ് ഇത്തരം മസാല ബോണ്ട് വഴി ഇറക്കിയത്. NHAക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബോഡിയെ കൂടി കാണും, അത് NTPC ആണ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ മസാല ബോണ്ടിന് 7.4% പലിശ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പബ്ലിക് കോർപ്പറേറ്റ് ബോഡി IREDA എന്ന് പറയുന്ന സ്ഥാപനമാണ്, റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് അതോറിറ്റി. 7.1% പലിശയാണ് IREDയുടെ മസാല ബോണ്ടിനുള്ളത്. മറ്റൊന്ന് നമുക്കറിയാവുന്ന HDFC ബാങ്കാണ്. HDFC 6.8% മസാല ബോണ്ടിന് ഏർപ്പെടുത്തിയിരിക്കുന്ന പലിശ. ഇവിടെയാണ് കിഫ്ബിയുടെ പലിശ നിരക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്നത്.
അതാകട്ടെ 9.723%. അപ്പോൾ കിഫ്ബി അല്ല ആദ്യമായി മസാല ബോണ്ട് ഇറക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനമെന്നും ഒരു കോർപ്പറേറ്റ് ബോഡി എന്നും തിരിച്ചറിയണം. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ബോഡി എന്ന നിലയിൽ, സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കോർപ്പറേറ്റ് ബോഡി എന്ന നിലയിൽ ഏറ്റവും ഉയർന്ന പലിശ കിഫ്ബിയുടെ മസാല ബോണ്ടിനാണ് എന്നതുകൂടി നമ്മൾ പറയണം. ഇനി നാൾവഴികളിലേക്ക് വന്നാൽ 2019 മെയ് മാസം 17-ാം തീയതിയാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബിയുടെ മസാല ബോണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കോർപ്പറേറ്റ് ബോഡിയുടെ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്യുന്നത് വാർത്തയെ പ്രസിദ്ധീകരിച്ചിരുന്നു. 2019 മെയ് മാസം 17-ാം തീയതി തന്നെ കനേഡിയൻ കമ്പനിയായ CDPQ ഇതിന്റെ നിക്ഷേപകരായി രംഗത്തെത്തുകയും ചെയ്യുന്നു. അതാണ് രണ്ടാമത് നടന്ന പ്രധാനപ്പെട്ട കാര്യം. എത്ര രൂപയാണ് നിക്ഷേപിച്ചത് എന്നതുകൂടി അറിയൂ. 2150 കോടി രൂപയാണ് ഈ കനേഡിയൻ കമ്പനി കിഫ്ബിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത്. പലിശ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 9.72. 9.72% പലിശയിൽ എത്ര രൂപയാണ് 5 വർഷത്തിനകം തിരിച്ചടയ്ക്കേണ്ടത് എന്നത് കൂടി നോക്കൂ. 3195 കോടി രൂപ. 2020 മാർച്ച് മാസം 29. 5 വർഷത്തിനകം ഈ പൈസ തിരികെ അയക്കണം. തിരികെ അടയ്ക്കാൻ സർക്കാരിൻ്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങൾ പെട്രോളിയം സെസ്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ നികുതി, പിന്നീട് പ്രവാസി ചിട്ടിയുടെ നിക്ഷേപം, ഇത്തരം പദ്ധതികളാണ്. ഇനി എന്താണ് ഈ വകുപ്പുകളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് കൂടി പരിശോധിക്കണം. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ വലിയ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമാണോ കിഫ്ബിയും കിഫ്ബിയുടെ വായ്പ എടുക്കുന്ന സമ്പ്രദായവും? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 എന്തു പറയുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം ഷോർട്ട് ബ്രേക്ക്.